വി.ഡി. സതീശൻ നയിക്കുന്ന പുതിയുഗ യാത്രയ്ക്കിടെ കോഴിക്കോട് കുറ്റ്യാടി വേദിയിലുണ്ടായ പിടിവലി സ്നേഹത്തള്ളലെന്ന ന്യായീകരണവുമായി ഡി.സി.സി നേതൃത്വം എം.കെ. രാഘവനെയും പാറക്കൽ അബ്ദുള്ളയെയും വിളിക്കാൻ നിർദ്ദേശിച്ചത് ഷാഫി പറമ്പിലാണെന്നും ഷാഫിക്ക് നീരസം ഉണ്ടായിട്ടില്ലെന്നുമാണ് കോഴിക്കോട് ഡി.സി.സി പ്രസിഡന്റ് കെ. പ്രവീൺകുമാറിന്റെ വിശദീകരണം. വടകര എം പി എന്നല്ലേ പറഞ്ഞത് പാറക്കൽ രാഘവനെ വിളിക്കാൻ എന്നറിയോ വിവരം? വടകര എം പി തന്നെയല്ലേ പറഞ്ഞത്, ഷാഫി തന്നെയല്ലേ പറഞ്ഞത് രാഘവട്ടയും നേരം വൈകി പാറക്കലും രാഘവട്ടുമാ സംസാരിക്കുന്നത് ഷാഫിയല്ലേ പറയണത്, ഞാൻ എന്നോടല്ലേ പറയണത്. ഒരു നീരസം ഉണ്ടായിട്ടില്ല. പിന്നെ ഞങ്ങൾ വീണ്ടും പ്രവർത്തകർ ഷാഫി വിളിക്കണം എന്ന് പറഞ്ഞപ്പോൾ വിളിക്കണം പറഞ്ഞാൽ അങ്ങോട്ടൊരു സ്നേഹത്തള്ളൽ നടത്തിയതാ. ആ സ്നേഹത്തള്ളൽ പോലും ഒന്നും തള്ളിയൊക്കെ ഞങ്ങൾ എന്ത് ചെയ്യാനാ? ആരും വീണിട്ടില്ല. എം.എസ്. അനീഷ് കുമാർ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അനീഷ്, ഇന്നലത്തെ ഈ ദൃശ്യം സോഷ്യൽ മീഡിയയിലൊക്കെ വളരെയധികം വൈറലാണ്. ഇപ്പോൾ ഒരു സ്റ്റേജ് മാനേജ് ചെയ്യാൻ സാധിക്കാത്ത ആളുകൾ എങ്ങനെയാണ് സ്റ്റേറ്റ് മാനേജ് ചെയ്യുന്നത് എന്നുള്ള വിമർശനങ്ങളൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ വരുന്നത്. തീർച്ചയായും അനുശ്രീ, നേരത്തെയും കോഴിക്കോട് ജില്ലയിൽ കോൺഗ്രസ് സംഘടിപ്പിച്ചിരിക്കുന്ന പല പരിപാടികളിലും ഇത്തരത്തിൽ ചില അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ജില്ലയിൽ കോൺഗ്രസ് അല്ലെങ്കിൽ UDF ഒക്കെ പരിപാടി നടത്തുമ്പോൾ ഒരു പ്രോട്ടോകോൾ തന്നെ നടപ്പിലാക്കുമെന്ന് DC പ്രസിഡന്റ് കെ. പ്രവീൺകുമാറൊക്കെ അറിയിച്ചതുമാണ്. പക്ഷേ അത്തരത്തിലൊരു പ്രോട്ടോകോളും നടപ്പിലായില്ല എന്നത് മാത്രമല്ല, കൂടുതൽ നാണക്കെട്ടിലേക്ക് പാർട്ടി ഈ ജാഥയുടെ ഭാഗമായി നീങ്ങി എന്നത് തന്നെയാണ് ഇന്നലെ കുറ്റ്യാടിയിൽ നിന്നും പുറത്തു വന്ന ദൃശ്യങ്ങൾ തെളിയിക്കുന്നത്. സമൂഹ മാധ്യമങ്ങളിൽ ഇതിനകം തന്നെ വലിയ വൈറലായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഒരു നീരസവും ഷാഫിക്ക് ഉണ്ടായിരുന്നില്ല എന്നാണ് അല്പസമയം മുമ്പ് DCC പ്രസിഡന്റ് പറയുന്നത്. പ്രവർത്തകരുടെ ഒരു ബാഹുല്യം മൂലമുണ്ടായ ഒരു സ്നേഹ തള്ളൽ എന്നാണ് അതിനെ വിശേഷിപ്പിക്കുകയും ചെയ്യുന്നത്. പക്ഷേ നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ് ഷാഫിക്ക് പ്രകടമായ ഒരു നീരസം ഉണ്ടാകുന്നു. DC സെക്രട്ടറി പ്രമോദ് കക്കട്ടിലിനെ പുറകിലേക്ക് പിടിച്ചു മാറ്റുന്നു. ഈ ദൃശ്യങ്ങളൊക്കെ പകൽ പോലെ വ്യക്തമായിരുന്നു. ഷാഫിയുടെ മുഖഭാവത്തിലും അല്ലെങ്കിൽ ശരീരഭാഷയിലുമൊക്കെ അത് പ്രകടമായിരുന്നതാനും. എന്തായാലും ഒരുപാട് വൈകിയാണ് ആ ജാഥ കുറ്റ്യാടിയിൽ എത്തിയത്. അതിനുശേഷം ഷാഫി പ്രസംഗിച്ചതിന് പിന്നാലെ സതീശൻ്റെ പ്രതിപക്ഷ നേതാവ് V.D. സതീശൻ്റെ പ്രസംഗം ഉണ്ടാകുമെന്നാണ് അറിയിക്കുകയും ചെയ്തത്. പക്ഷേ അപ്രതീക്ഷിതമായി പ്രതിപക്ഷ നേതാവിനെ പ്രസംഗിക്കാൻ വിളിച്ചപ്പോഴാണ് ഷാഫിയുടെ ഭാഗത്തു നിന്നും അത്തരമൊരു പ്രതികരണം ഉണ്ടായത്. ഒപ്പം ഈ താഴെ ഉണ്ടായിരുന്ന അണികളിൽ ചിലരും ഷാഫി പ്രസംഗിക്കണമെന്ന് വിളിച്ചു പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും വലിയ ചർച്ചയായി തന്നെ സോഷ്യൽ മീഡിയയിൽ ഇതിനകം മാറിയിട്ടുണ്ട്. എന്തായാലും കുറ്റ്യാടിയിലെ ഈ സ്വീകരണ യോഗം കഴിഞ്ഞ ശേഷം പിന്നീട് നടന്ന ആ സ്വീകരണ സ്ഥലങ്ങളിലൊക്കെ ഒരു ക്രമീകരണം ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഒരുപാട് പേർ പ്രസംഗിക്കുന്ന ആ ശൈലി മാറ്റിയിരിക്കുന്നു. ഒപ്പം ഷാഫിക്ക് എല്ലായിടത്തും പ്രസംഗിക്കാൻ ആവശ്യത്തിന് സമയം നൽകുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ ക്രമീകരിക്കുക കൂടി ചെയ്തിട്ടുണ്ട്. ഇന്നിപ്പോൾ ഈ ജാഥയുടെ കോഴിക്കോട് ജില്ലയിലെ അവശേഷിക്കുന്ന ഇടങ്ങളിലെ പര്യടനം തുടർന്നു. ഈ മണ്ഡലത്തിലെ പ്രധാന വ്യക്തിത്വങ്ങളുമായുള്ള V.D. സതീശൻ അടക്കമുള്ള UDF നേതാക്കളുടെ കൂടിക്കാഴ്ച, ആ സംഗമ യോഗമാണിപ്പോൾ നടക്കുന്നത്. ഇതിനുശേഷം അദ്ദേഹം മാധ്യമങ്ങളെ കാണും. ഇന്നലെ നടന്ന സംഭവങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള വിശദീകരണം നൽകും. പിന്നീട് തിരുവമ്പാടിയിലാണ് ആദ്യ സ്വീകരണം പോയിന്റ്. ശരി, എം.എസ്. അനീഷ് കുമാറാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.